ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന ഇംഗ്ലീഷ് പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയും അതിൻ്റെ അനാലിസിസുമാണ്. അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് നോട്ട്സും കൂടി തരുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദ ബ്ലെസ്ഡ് ഡാമോസൽ എഴുതിയത് ഡാൻ്റെ ഗബ്രിയേൽ റോസറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. സോ ഇദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഡാൻ്റെ ഗബ്രിയേൽ റോസറ്റി 1828 ഇദ്ദേഹം ജനിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ കവിയാണ്. ഇംഗ്ലീഷ് പോയറ്റ്, ഇല്ലുസ്ട്രേറ്റർ, പെയിൻറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ കൂടിയാണ് ഇദ്ദേഹം. 1848 വില്യം ഹോൾമാൻ ഹണ്ടിൻ്റെ കൂടെയും ജോൺ എവററ്റ് മില്ലേഴ്സിൻ്റെ കൂടെയും ചേർന്ന് പ്രീ റാഫേലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവർ ക്രിയേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് പെയിൻറ്റേഴ്സ്, പോയറ്റ്സ് ആൻഡ് ആർട്ട് ക്രിറ്റിക്സ് ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു പ്രീ റാഫേലൈറ്റ് ബ്രദർഹുഡ്. ആർട്ട് എന്നത് റിയൽ വേൾഡിന് സമാനമായിരിക്കണം എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. 1868 ഫസ്റ്റ് വോളിയം ഓഫ് പോയംസ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ കീറ്റ്സ് എന്ന കവിയുടെ ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ബെല്ലാഡ്സ് ആൻഡ് സോണറ്റ്സ്, ബെല്ലാഡ്സ് ആൻഡ് നറേറ്റീവ് പോയംസ്, എയ്ഡൻ പോവ്, സിസ്റ്റർ ഹെലാൻ, സോൾസ് ബ്യൂട്ടി. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിങ്സ് ആണ് ദ ട്യൂൺ ഓഫ് ദ സെവൻ ടവേഴ്സ്, ഹെലൻ ഓഫ് ട്രോയ്, ദ ബ്ലെസ്ഡ് ഡാമോസൽ. സോ ദ ബ്ലെസ്ഡ് ഡാമോസൽ ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത് 1850 ദ ജേം എന്ന് പറഞ്ഞിട്ടുള്ള ജേണലിലാണ്. ഈ ജേം എന്ന് പറയുന്നത് പ്രീ റാഫേലൈറ്റ് ഗ്രൂപ്പിൻ്റെ ജേണലായിരുന്നു. അതിലാണ് ഇദ്ദേഹം ദ ബ്ലെസ്ഡ് ഡാമോസൽ പബ്ലിഷ് ചെയ്തത്. കൂടാതെ ഇതൊരു ഡ്രമാറ്റിക് ലിറിക് പോയാണ്. 24 സ്റ്റാൻസയാണ് ഈ പോയത്തിലുള്ളത്. ആകെ 144 ലൈനുകളും ഉണ്ട്. ഹെവനിലുള്ള ഡാമോസലിനെയും അവളെ ഓർത്ത് ഭൂമിയിൽ ദുഃഖിതനായി ഇരിക്കുന്ന ലവറിനെയും നറേറ്റ് ചെയ്യുന്നത് ഒരു ഒംനീഷ്യൻ്റ് സ്പീക്കറാണ്. ABCBDB എന്ന അയാംബിക് ടെട്രാമീറ്ററിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ ഈ കവിതയിലെ തീം എന്ന് പറയുന്നത് അൺഡൈയിങ് ലവ് ആണ്. അതുകൂടാതെ ഹോപ്പ്, ലവ്, സാഡ് എന്നിവ കൂടി തീമായിട്ട് വരുന്നുണ്ട്. ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന പോയം എഴുതാൻ ഇദ്ദേഹത്തിന് പ്രചോദനമായത് എഡ്ഗർ അലൻ പോ എന്ന കവിയുടെ ദ റാവൺ എന്ന പോയമാണ്. ഈ പോയത്തിൽ പറയുന്നത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാമോസൽ ആണ്. ഡാമോസൽ എന്ന വാക്കിനർത്ഥം യങ് അൺമാരീഡ് വുമൺ എന്നാണ്. വിർജിൻ, എസ്പെഷ്യലി എ വിർജിൻ അൺമാരീഡ് വുമണിനെയും ഡാമോസൽ എന്ന് പറയാം. ഈ പോയത്തിലുള്ള ഡാമോസൽ റൊമാൻറ്റിക് ആണ്, ബട്ട് യെറ്റ് ഡിപ്രസ്ഡ്. റൊമാൻറ്റിക് ആണെങ്കിലും അവൾ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നു. അതിന് കാരണം എന്തെന്നാൽ ഒരാൾ ഹെവനിലും ഒരാൾ ഭൂമിയിലുമാണ്. ഒരാൾ മരിച്ചതും ഒരാൾ ജീവിച്ചിരിക്കുന്നതുമാണ്. ആ തമ്മിലുള്ള അകലം ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. പിക്ചർ ഓഫ് ദ ലവർ ഓൺ എർത്ത്, പൊസിഷൻ ഓഫ് ഹെവൻ ബിയോണ്ട് ദ സ്പേസ് എന്നിവയെക്കുറിച്ചും പറയുന്നുണ്ട് ഈ കവിതയിൽ. സ്വർഗവും ഭൂമിയും തമ്മിൽ എത്ര ഡിസ്റ്റൻസ്, എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ കവിതയുടെ മെയിൻ ഐഡിയാസ് എന്താണെന്ന് വെച്ചാൽ, സ്വർഗത്തിലുള്ള ഒരു സ്ത്രീ അവളുടെ ഭൂമിയിലുള്ള ലവറിനെ നോക്കുന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്നറിയാമെങ്കിലും എൻ്റെ ലവർ എൻ്റെ കൂടെ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് സ്റ്റാൻസ വൈസ് ആയിട്ടുള്ള സമ്മറിയിലോട്ട് കടക്കാം. സോ ഒന്നാമത്തെ സ്റ്റാൻസയിൽ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലാണ്, ഹെവനിലാണ്. ഹെവനിലുള്ള ഒരു ഗോൾഡൻ ബാറിൽ നമ്മുടെ ഡാമോസൽ ചാരിയിരിക്കുകയാണ്. സോ അവളുടെ കണ്ണുകൾ സമുദ്രം പോലെ അത്രക്കും ആഴം ഉള്ളതാണെന്ന് കാണാം.
അവളുടെ കയ്യിൽ അവളൊരു 3 ലില്ലിപ്പൂക്കൾ പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവളുടെ തല 7 നക്ഷത്രങ്ങൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുവെന്നും പറയുന്നു. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് നമ്മുടെ ഡാമോസൽ വൈറ്റ് റോബ്, വെളുത്ത ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ വസ്ത്രം അവൾക്ക് കൊടുത്തത് ലേഡി മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. ജീസസിൻ്റെ മദറാണെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുന്ന ഡാമോസലിനെ പറ്റിയാണ് ഈ ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റാൻസയിൽ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താണെന്ന് വെച്ചാൽ, ഇവള് ഭൂമിയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് വന്നിട്ട് 10 വർഷങ്ങളായി. എന്നാൽ ഈ ഡാമോസലിന് തോന്നുന്നത് ഇവള് സ്വർഗത്തിലെത്തിയിട്ട് ആകെ ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ്. ഡാമോസൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ സ്വർഗത്തിലുള്ള ഓരോ കാര്യങ്ങളും അവൾക്ക് പിന്നെയും പിന്നെയും പുതിയതും അതിശയകരമായതാണെന്നും തോന്നുന്നു. നാലാമത്തെ സ്റ്റാൻസ സെറ്റ് ചെയ്യുന്നത് ഭൂമിയിലാണ്. അവളുടെ ലവറിനെ പറ്റിയാണ് പറയുന്നത്. ഡാമോസലിൻ്റെ മുടി അവൻ്റെ മുഖത്തുകൂടെ ഇങ്ങനെ തഴുകി പോകുന്നതായിട്ട് അവന് തോന്നുന്നു. പക്ഷേ അത് അവളുടെ മുടിയല്ല, നേരെ മറിച്ച് അടുത്തുണ്ടായിരുന്ന മരത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞ് തൻ്റെ മുഖത്ത് വീണതാണെന്ന് അവൻ പിന്നീട് മനസ്സിലാക്കുന്നു. അങ്ങനെ ഭൂമിയിലുള്ള സമയം പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അഞ്ചാമത്തെ സ്റ്റാൻസ നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഡാമോസൽ അവിടെ ഒരു ഭിത്തിയിൽ ചേർന്നിരിക്കുകയാണ്. ദൈവമാണ് ഹെവൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതുകൂടാതെ ഈ സ്വർഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാർ ഫ്രം എർത്ത്, ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയാണ് സ്വർഗമെന്നും പറയുന്നു. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഡാമോസൽ താഴേക്ക് ഭൂമിയിലേക്ക് നോക്കുകയാണ് അവളുടെ ലവറിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൾക്ക് സൂര്യനെ പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രക്കും മുകളിലായിരുന്നു ഈ സ്വർഗം ദൈവം സൃഷ്ടിച്ചത്. ആറാമത്തെ സ്റ്റാൻസയിൽ ഈ സ്വർഗത്തിൽ തന്നെയാണ് ദൈവത്തിൻ്റെ വീട് എന്ന് പറയുന്നു. എയ്തറിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയതുപോലെയാണ് ഹെവൻ ദൈവം ഉണ്ടാക്കിയത്. നമ്മുടെ ഡാമോസൽ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭൂമി അതിൻ്റെ ആക്സിസിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. ഏഴാമത്തെ സ്റ്റാൻസ പറയുന്നത് ഭൂമിയിൽ നിന്നും മരിച്ച ശേഷം സ്വർഗത്തിലേക്ക് വന്ന് റീയൊണൈറ്റ് ചെയ്ത ഒരുപാട് ലവേഴ്സ് നമ്മുടെ ഡാമോസലിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ആ ലവേഴ്സ് അവരുടെ പേരുകൾ തമ്മിൽ അങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്ക് ദേഷ്യം വരും. കാരണം ഇവൾ അവിടെ ഒറ്റക്കാണുള്ളത്, ഇവളുടെ ലവർ ഭൂമിയിലും ആണുള്ളത്, ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് എന്തായാലും ദേഷ്യം വരും. അപ്പോൾ നമ്മുടെ ഡാമോസൽ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് അവൾക്കറിയാം. എന്നാലും ആഗ്രഹിച്ചു പോവുകയാണ്. സോ എട്ടാമത്തെ സ്റ്റാൻസയിലും നമ്മുടെ ഡാമോസൽ ആ ചുമരിന് ഇങ്ങനെ ചേർന്നിരിക്കുന്നതായിട്ട് തന്നെയാണ് പറയുന്നത്. അവൾ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. അതുകൊണ്ട് തന്നെ അവളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന 3 ലില്ലിപ്പൂക്കളും ഉറങ്ങിപ്പോയെങ്കിലും അവൾ അത് ഇതുവരെ കയ്യിൽ നിന്നും ഉപേക്ഷിച്ചിട്ടില്ല. സോ ഒമ്പതാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് നമ്മുടെ ഡാമോസൽ ഈ സ്വർഗത്തിൽ സ്റ്റക്കായി പോയിരിക്കുകയാണ്. അവിടുന്ന് ഒരു തവണ സ്വർഗത്തിലെത്തിയാൽ പിന്നെ നമുക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാനാവില്ല, വേറൊരു വഴി അവിടെ ഇല്ലെന്ന് പറയുന്നു. അവിടെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ഡാമോസൽ ഈ എല്ലാ ലോകത്തിലെയും സമയം ഇങ്ങനെ കടന്നു പോകുന്നത് കാണുകയാണ്. അപ്പോൾ പറയുന്നു നമ്മുടെ ഭൂമിയിലുള്ള ആളുകളുടെ വയസ്സ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്നാൽ സ്വർഗത്തിലുള്ള അവളുടെ വയസ്സ് ഫ്രീസ് ആയിട്ടാണുള്ളത്. അവൾക്ക് വയസ്സ് കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതുപോലൊരു സ്റ്റേജിലാണ് ഉള്ളത്. പത്താമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് സൺ പോയിട്ട് അവിടെ ചന്ദ്രൻ, അതായത് മൂൺ വന്നു നിലാവ് ഉദിച്ചു എന്നാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡാമോസൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. സോ നക്ഷത്രങ്ങളുടെ ശബ്ദം പോലെയാണ് നമ്മുടെ ഡാമോസലിൻ്റെ ശബ്ദം എന്ന് കവി ഇവിടെ പറയുകയാണ്. സോ നമ്മുടെ ഡാമോസൽ അങ്ങനെ അവിടെ നിന്ന് പാടുകയാണ് ഓരോന്നിങ്ങനെ. അപ്പോൾ 11ാമത്തെ സ്റ്റാൻസ പിന്നെയും സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിലാണ്.
ലവർ പിന്നെയും പറയുകയാണ്, നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സോങ്. ഒരാൾക്കും അവൾ പാടുന്ന ശബ്ദം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷേ എനിക്കത് പറ്റും. ഞാൻ അവളുടെ ലവറാണ്, എനിക്ക് അവളുടെ മനസ്സറിയാം. അതൊക്കെ അവൻ പറയുകയാണ്. ഒരു പക്ഷി അവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ അവന് മനസ്സിലാവുന്നു അത് എൻ്റെ ഡാമോസൽ സ്വർഗത്തിൽ നിന്ന് പാടുന്ന പാട്ടാണ് എന്ന്. ആ സമയത്ത് അവനും അവളും ഒരുമിച്ച് ചിലവഴിച്ച ഭൂമിയിലുള്ള ദിവസങ്ങൾ ഓർക്കുകയാണ് വീണ്ടും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഭൂമിയിലുള്ള ലവർ ബെല്ലുകൾ മുഴങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ സമയം അവൾ സ്വർഗത്തിലുള്ള ചവിട്ടുപടികൾ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വരികയാണെന്നാണ് അവന് തോന്നുന്നത്. നെക്സ്റ്റ് 12ാമത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡാമോസൽ ആഗ്രഹിക്കുകയാണ് തൻ്റെ കാമുകനായ ഭൂമിയിലിരിക്കുന്ന അവൻ തൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഒരു ദിവസം അവൻ ഭൂമിയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് വന്ന് തൻ്റെ അരികിലേക്ക് എത്തുമെന്ന് നമ്മുടെ ഡാമോസലിന് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ കോൺഫിഡൻ്റ് ആണ്. സോ അടുത്ത 13ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് തൻ്റെ കാമുകൻ ഭൂമിയിൽ നിന്ന് വന്നിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. സോ അവൻ വെളുത്ത വസ്ത്രം ധരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാമോസൽ അവൻ്റെ കൈ പിടിച്ചിട്ട് കുറേ ദൂരം ഒരുമിച്ച് നടക്കും എന്നും പറയുന്നു. ഒരു കാമുകനും കാമുകിയും ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്ന പോലെ അവർ നടക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സ്വർഗത്തിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നോ ഫിയർ ആണ്. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർക്കിനി ഒരു ഭയവും ഇല്ല. 14ാമത്തെ സ്റ്റാൻസയിൽ അവർ തമ്മിൽ കൈ ചേർത്ത് പിടിച്ചങ്ങനെ നടന്ന് ആരും ശല്യപ്പെടുത്താനില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് വർത്തമാനം പറയുകയാണ്. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അവസാനം അവർ ഗോഡിനോട് പ്രാർത്ഥിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഗോഡിനോട് പ്രാർത്ഥിക്കുന്നു. സോ അത് കഴിഞ്ഞ് 15ാമത്തെ സ്റ്റാൻസയിൽ തൻ്റെ ലവർ ഹെവനിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് ദൈവത്തിൻ്റെ വീട്ടിലുള്ള മിസ്റ്റിക് ട്രീ എന്ന മരത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. ഈ മിസ്റ്റിക് ട്രീ എന്നത് ലൈറ്റ് ആൻഡ് ഡിവിനിറ്റിയുടെ ഒരു സിമ്പലായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് 16ാമത്തെ സ്റ്റാൻസയാണ്. ഇതിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഡാമോസൽ അവളുടെ കാമുകന് സ്വർഗത്തിൽ പാടുന്ന പാട്ടുകൾ എങ്ങനെ പാടണം എന്ന് പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നു. സോ അവർ തമ്മിൽ ചേർന്ന് ആ പാട്ടുകൾ പാടി ആനന്ദകരമാക്കും എന്ന് നമുക്ക് ഈ പോയത്തിലൂടെ കാണാം. അടുത്ത 17ാമത്തെ സ്റ്റാൻസ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിലാണ്. ഇവിടെ നമ്മുടെ ഡാമോസലിൻ്റെ കാമുകൻ വറീഡാവുന്ന അവസ്ഥയാണ് കാണുന്നത്. സോ സ്വർഗത്തിൽ പോകാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവൻ വർത്തിയാണോ എന്നുള്ളൊരു സംശയം ഇവനിൽ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ റീയൂണൈറ്റ് ചെയ്യുമോ എന്നുള്ളത് ഇവന് സംശയമായിട്ട് മാറാൻ തുടങ്ങി. പിന്നെ പറയുന്നത് ഇവൻ ഈ കാമുകൻ ചെയ്ത ആകെയുള്ള ഒരു നല്ല കാര്യം എന്തെന്നാന്ന് വെച്ചാൽ ഇവൻ ഇവളെ സ്നേഹിച്ചത് സിൻസിയറായിട്ടാണെന്ന് പറയുന്നു. അത്രയും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവുകയാണ്. സ്റ്റാൻസ 18 പറയുന്നത് ഹെവനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡാമോസലിൻ്റെ കൂടെ കാമുകനും വന്ന് ചേർന്ന ശേഷം ഇവർ തമ്മിൽ പോയിട്ട് ലേഡി മേരിയെ അല്ലെങ്കിൽ വിർജിൻ മേരിയെ കാണും എന്നാണ് പറയുന്നത്. വിർജിൻ മേരിയോടൊപ്പം അവളുടെ ഹാൻഡ് മെയ്ഡൻസും ഉണ്ടാവും. 19ാമത്തെ സ്റ്റാൻസയിലേക്കാണ് പോകുന്നത്. ഇതിൽ പറയുന്നത് നമ്മുടെ ലേഡി മേരിയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലേഡി മേരി ഇരിക്കുന്നത് ഒരു സർക്കിളിനുള്ളിലാണെന്ന് പറയുന്നു. അതുകൂടാതെ അവരൊരു ഫൈൻ ക്ലോത്താണ് ഇട്ടിരിക്കുന്നത്. പിന്നെ പൂക്കൾ കൊണ്ടുള്ള കിരീടവും തലയിൽ ചൂടിയിട്ടുണ്ട്. അതൊക്കെയാണ് ലേഡി മേരിയെക്കുറിച്ച് പറയുന്നത്. അടുത്തത് 20ാമത്തെ സ്റ്റാൻസയാണ്. ഇതിൽ പറയുന്നത് ഈ ലേഡി മേരിയെയും അവളുടെ ഈ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഡാമോസലിൻ്റെ കാമുകന് അതൊക്കെ കണ്ട് ഷോക്കാവും, അഫ്രൈഡ് ആവും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവൻ അഫ്രൈഡ് ആയാൽ ഞാൻ അവനെ തിരിച്ച് കോൺഷ്യസിലേക്ക് കൊണ്ടുവരും എന്ന് നമ്മുടെ ഡാമോസൽ പറയുന്നു. സോ അങ്ങനെ ഇവർ തമ്മിൽ രണ്ടുപേരും വിർജിൻ മേരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവരുടെ റീയൂണിയൻ വിർജിൻ മേരി അപ്രൂവ് ചെയ്ത് തരും എന്ന് ഇവർ വിശ്വസിക്കുന്നു.
നെക്സ്റ്റ് 21ാമത്തെ സ്റ്റാൻസയാണ്. ഈ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ലേഡി മേരിയോട് പറഞ്ഞാൽ ഈ ലേഡി മേരി ശേഷം നമ്മളെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ക്രൈസ്റ്റിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകും എന്ന് പറയുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ലേഡി മേരി നമ്മളെ ക്രൈസ്റ്റിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അടുത്തത് 22ാമത്തെ സ്റ്റാൻസയാണ്. ഇതിൽ ദൈവത്തെ കണ്ട ശേഷം പറയുന്ന കാര്യമാണ് പറയുന്നത്. ഡാമോസലിൻ്റെ കാമുകനെയും ഭൂമിയിൽ തിരിച്ചെത്തിയതുപോലെ അവിടെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം തരണം എന്നാണ് നമ്മുടെ ഡാമോസൽ ദൈവത്തോട് പറയുന്നത്. അടുത്തത് 23ാമത്തെ സ്റ്റാൻസയാണ്. ഇത്രയും അവൾ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് അവൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. താൻ ഒറ്റക്കാണ്, തൻ്റെ കൂടെ കാമുകൻ ഇല്ല, അതൊക്കെ തൻ്റെ തോന്നലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഡാമോസലിന് വന്നു. അതുകൊണ്ട് തന്നെ അവൾ പിന്നെയും വിഷമത്തിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഓൾ ദിസ് വിൽ ഹാപ്പൻ വെൻ ഹീ കംസ് എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞ ശേഷം നമ്മുടെ ഡാമോസല് പറയുന്നത് പെട്ടെന്ന് നിർത്തുന്നു. ഈ കവിതയിലെ അവസാനത്തെ സ്റ്റാൻസായ 24ാമത്തെയാണ് പറയാൻ പോകുന്നത്. ഇതിൽ എർത്തിലുള്ള ലവറിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അവൻ പറയുകയാണ്, ഞാൻ ഇന്നും എർത്തിലാണുള്ളത്, എങ്കിലും ഇവിടെ നിന്ന് എനിക്ക് സ്വർഗത്തിലിരിക്കുന്ന ഡാമോസലിൻ്റെ സ്മൈല് കാണാൻ കഴിയും എന്നവൻ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ഡാമോസൽ സ്വർഗ കവാടത്തിൽ ചാരി നിന്നുകൊണ്ട് കരയാൻ വേണ്ടി തുടങ്ങുവാണ്. പിന്നീട് അത് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ വീണ്ടും വീണ്ടും പൊട്ടി കരയാൻ വേണ്ടി തുടങ്ങുന്നു. മാത്രമല്ല ഈ കരച്ചിൽ തൻ്റെ ബിലോവിഡ് കേൾക്കുമെന്ന് അവൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കവിത അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമ്മറി ഇത്രയാണുള്ളത്. സോ നെക്സ്റ്റ് നമ്മുടെ ഓതർ ഡാൻ്റെ ഗബ്രിയൽ റോസറ്റി ഈ കവിതയിൽ സിമിലീസ്, മെറ്റഫേഴ്സ്, ബൈബിളിക്കൽ അലൂഷൻസ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് മെറ്റഫേറാണ്. സോ നമ്മുടെ കഥയിലെ സ്പീക്കർ പാസേജ് ഓഫ് ടൈമിനെ റെഫർ ചെയ്യുന്നത് ദ ടൈഡ്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്നാണ്. നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് ഡാമോസൽ സ്വർഗത്തിൽ നിന്ന് തൻ്റെ കാമുകന് വേണ്ടി പാട്ട് പാടുന്നുണ്ട്. അവൻ ആ പാട്ട് ഭൂമിയിൽ നിന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാമോസലിൻ്റെ വോയിസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ബേർഡ്സിൻ്റെ സോങ് ആയിട്ടാണ്. അത് നമുക്ക് മെറ്റഫറായിട്ട് പറയാം. നെക്സ്റ്റ് അലൂഷൻസ് ആണ്. ഇതിൽ ക്രിസ്ത്യൻ ഫിഗേഴ്സ് ആൻഡ് ബൈബിളിക്കൽ സ്ക്രിപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് വിർജിൻ മേരി, 7 സ്റ്റാർസ് എന്നിവ. അതുകൂടാതെ ഈ എൻ്റയർ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള ഒരു ഹെവനിലാണ്. നെക്സ്റ്റ് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബലുകളെ കുറിച്ചിട്ടുള്ള അനാലിസിസ് ആണ്. ഷീ ഹോൾഡ് 3 ലില്ലീസ് എന്ന് പറയുന്നുണ്ട്. ഈ 3 ലില്ലിപ്പൂക്കളെ സിംബോളൈസ് ചെയ്യുന്നത് ഹോളി ട്രിനിറ്റി ആയിട്ടുള്ള ഫാദർ ഓർ ഗോഡ്, ദ സൺ ഓർ ജീസസ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്നതിനെയാണ്. അതുകൂടാതെ ഈ 3 ലില്ലിപ്പൂക്കൾ കാണിക്കുന്നത് നമ്മുടെ ഡാമോസലിന് ദൈവവുമായിട്ടുള്ള ബന്ധവും അവളുടെ മതപരമായ ഭക്തിയും കൂടി സിംബോളൈസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൂടാതെ ലില്ലീസ് അല്ലെങ്കിൽ ലില്ലിപ്പൂക്കൾ വിർജിനിറ്റിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഷീ ഹാസ് 7 സ്റ്റാർസ് ഇൻ ഹെയർ ഹെയർ. നമ്മുടെ ഡാമോസലിൻ്റെ ഹെയർ 7 നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 നക്ഷത്രങ്ങളെ എന്താണ് റെഫറൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റെഫറൻസ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ റെവലേഷൻസ് 1.16. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിരിക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അതിന് എക്സാമ്പിളായിട്ട് ദ ലില്ലീസ് ലേ അസ് ഇഫ് അസ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാമോസലിൻ്റെ വിഷമം, അവൾ ഹെവനിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതിനെ എംഫസൈസ് ചെയ്യാനാണ് ദ ലില്ലീസ് ലേ അസ് ഇഫ് അസ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോയത്തിനെ പറ്റി പറയാനുള്ളത്. ആകെ മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ
മരണം ട്രൂ ലവിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും മരണത്തിന് പോലും ഒരു ട്രൂ ലവിനെ തമ്മിൽ അകറ്റാൻ പറ്റില്ലെന്നും ഈ പോയത്തിലൂടെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചർച്ച് ഓർ ക്രൈസ്റ്റ് ഇവരുടെ അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹമില്ലാതെ ഒരു ക്രിസ്ത്യൻ റിലീജിയണിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുമിക്കാൻ പറ്റില്ല എന്നും ഈ പോയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലെസ്ഡ് ഡാമോസലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.